ഗൈസ് ഇന്നലത്തെ തോൽവിയോടുകൂടി ബ്രിങ് ബാക്ക് ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന കുറേ കമൻറ്റുകൾ പല കമൻറ്റ് ബോക്സുകളിലും ഇപ്പം നമ്മുടേതടക്കമുള്ള കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണാനിടയായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ കമൻസ് വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇവാൻ വുക്കോമനോവിച്ച് തിരികെ വന്നാൽ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മനുഷ്യന്മാർക്ക് കോമൺ ആയിട്ടുള്ള ചില ഫാലസികളുണ്ട്. സോ അത് ഇവല്യൂഷണറി ഉണ്ടായിട്ടുള്ള ഫാലസീസ് ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഒരു പ്ലെയർ ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് വെക്കാം, അതേ പൊസിഷനിൽ മറ്റൊരു പ്ലെയർ മോശമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും മറ്റേ പ്ലെയർ ആ പൊസിഷനിലേക്ക് വന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ, നന്നായേനെ എന്നുള്ള സാഹചര്യങ്ങളെ ചിന്തിക്കും. അതിൽ തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ സച്ചിൻ സുരേഷ് ഈ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ആ പൊസിഷനിലേക്ക് നോറ വരണം എന്നുള്ളത് ഫാൻസൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നോറയുടെ മത്സരങ്ങളൊന്നും തന്നെ ഒരു 90% ആരാധകർ, ഇപ്പം ഞാൻ അടക്കമുള്ള ആരാധകർ കണ്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് സോംകുമാർ വരണമെന്ന് പലരും പറഞ്ഞില്ല? കാരണം നമ്മൾ സോംകുമാറിൻ്റെ കളി കണ്ടു, അദ്ദേഹവും ചില മിസ്റ്റേക്കുകൾ വരുത്തി എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. അപ്പം സച്ചിൻ സുരേഷ് കഴിഞ്ഞ സീസണിന് ശേഷം ഈ സീസണിൽ ഇഞ്ചുറി ആയിട്ട് കളിച്ചിട്ടില്ല, നോറയാണ് കളിച്ചുകൊണ്ട് വന്നിരുന്നതെന്ന് നോക്കാം. അപ്പം നോറ മിസ്റ്റേക്സ് നടത്തി വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സച്ചിൻ തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹം നമ്മൾ എന്താണേലും കാണിക്കും. ബിക്കോസ് ലാസ്റ്റ് സീസണിൽ അദ്ദേഹം ഭേദപ്പെട്ട രീതിയിലാണ് കളിച്ചത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ സീസണിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത്. അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്, ഇപ്പം നോവ സദോയി കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഗോളുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, മെജോറിറ്റി ഫാൻസ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം സെൽഫിഷ് ആണ് എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇപ്പം നോവ കളിക്കാത്തൊരു സാഹചര്യത്തിൽ നോവയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ, എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാലോ, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉതിർത്തിട്ടില്ല. അപ്പം നോവ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എങ്കിലും വന്നേനെ എന്നുള്ള തരത്തിലും ആരാധകർ സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. ലാസ്റ്റ് സീസണിൽ ദിമി ആയിരുന്നല്ലോ ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച്. എന്നാൽ അദ്ദേഹം ഈ ഒരു സീസണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പകരക്കാരനായിട്ട് വന്നിട്ടുള്ള താരമാണ് ഹെസൂസ് സിമിനസ്. അദ്ദേഹം നന്നായിട്ട് ഗോൾ അടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അദ്ദേഹം ഇതുപോലെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യമല്ല, ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെന്ന് നോക്കാം. ദിമി ഈസ്റ്റ് ബംഗാളിൽ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യം തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആരാധകരൊക്കെ ചിന്തിച്ചേനെ, ദിമി കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഗോളുകൾ അടിച്ചു കൂട്ടിയേനെ എന്നുള്ള കാര്യമൊക്കെ. അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ സെറ്റാകാത്ത പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഗോൾ അടിക്കാത്തത്, ഇവിടെ ആയിരുന്നെങ്കിൽ എല്ലാം അടിപൊളി ആയനെ എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? കാരണം ഹെസൂസ് സിമിനസ് അതിന് ഒരു ഭംഗവും വരുത്തിയിട്ടില്ല. അദ്ദേഹം ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ ഗോൾ അടിച്ച് വളരെ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. ഇവിടെ നമുക്ക് ഇവാൻ വുക്കോമനോവിച്ചിന്റെ കാര്യത്തിലേക്ക് തിരിച്ചെത്താം. ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ്. ഇവാന് മുൻപ് ഇവാന് ശേഷം എന്നുള്ളത് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ പറയാവുന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം 3 സീസണുകൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. 3 സീസണുകളിൽ 30 മുകളിൽ പോയിന്റ്സ് നേടി നമ്മളെ പ്ലേ ഓഫിലേക്ക് നയിച്ചു, ഒരു സീസണിൽ ഫൈനലിൽ എത്തിച്ചു എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവാൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു ട്രോഫി വിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ട്രോഫി എന്ന് പറയുമ്പോൾ ISL തന്നെ നമുക്കറിയാം 2 ട്രോഫീസ് വിൻ ചെയ്യാൻ പറ്റും, കപ്പും ഷീൽഡും. അതുപോലെ സൂപ്പർ കപ്പ് ഉണ്ട്, ഡുറൻ കപ്പ് ഉണ്ട്. അങ്ങനെ 3 സീസണുകളിലായിട്ട് നേടാൻ പറ്റുന്ന ഒരുപാട് ട്രോഫി സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നേടാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മൾ ആ സാഹചര്യത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വേണം, നമുക്ക് ഇവാൻ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, അതിന് മുകളിലേക്ക് പോകുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് ചിന്തിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഫാക്ടറൊക്കെ. പക്ഷേ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ടല്ല വെച്ചത് എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലെന്നുള്ളത് കിട്ടിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണ് പറയേണ്ടത്. സോ ഇവാൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പം പ്ലേ ഓഫ് കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ എത്തിയേനെ, അതിൽ ചിലപ്പോൾ സംശയം ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് നിരന്തരം പ്ലേ ഓഫ് കളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല, നമുക്ക് ട്രോഫി വിൻ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെ പോകണം. അപ്പം ആ കാര്യത്തിൽ എനിക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പം ഇവാനല്ല ഏത് ഒരു കോച്ച് വന്നാലും ടീമിനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ആ ഒരു കോച്ചിൻ്റെ ബ്രില്യൻസ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ടീമും ട്രോഫീസ് വിൻ ചെയ്യത്തില്ല. സോ ഈ അടുത്തൊക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ കമൻസിൽ ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ 3 വർഷം ഫൈനൽ കളിച്ചു, അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ളത്. സോ ഫൈനൽ കളിക്കുക എന്നുള്ളതല്ല, നമുക്ക് ട്രോഫി വിൻ ചെയ്യുക. കാരണം 11 വർഷങ്ങളായിട്ട് ഇതേവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ട്രോഫി വിൻ ചെയ്യാത്ത
ഒരേ ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഫാലസി അതിലൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ ഇവാന് പകരം നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള കോച്ച് വരുന്നു, നമുക്ക് ടീമിന് മാനേജ്മെൻറ്റ് ബെറ്ററായിട്ട് ഫീഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു നല്ലൊരു ബാലൻസ് ആയിട്ടുള്ള സ്ക്വാഡ് ഉണ്ടാകുന്നു, നമ്മൾ അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് കപ്പ് പോലും അടിക്കേണ്ട പ്ലേ ഓഫിലെങ്കിലും എത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇവാൻ്റെ ഒരു കുറവ് അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോകില്ല എന്നുള്ളതാണ്. ലൈക്ക് നമ്മളിപ്പം ദിമി ഹെസൂസ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ല, നമുക്കൊരു ദുരന്തം സീസണായിട്ട് മാറി എന്നുള്ളിടത്താണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവാൻ്റെ തിരിച്ചുവരവിനെ പറ്റി ആരാധകർ ആഗ്രഹിക്കുകയും ചെയ്യുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവാൻ വീണ്ടും തിരിച്ചു വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ കോച്ച് വന്നതുകൊണ്ടോ കാര്യമില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങൾ കൂടി ശരിയായിട്ട് വരണം എന്നുള്ളതാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കളിഷൻ സനിയ.